ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് FSOന്റെ റീസണിങ്ങിന്റെ പോർഷനാണ്. റീസണിങ്ങിൽ സെൻസ് ഓഫ് ഡയറക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഡിഗ്രി ചെയ്യുന്നത്. സോ കൂടുതൽ ഇൻട്രോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ MCQs വർക്ക് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് എ മാൻ വാക്സ് 1 kilometer to east and then he turns to south and he walks 5 kilometers. Again he turns to east and walks 2 kilometers. After this he turns to north and walks 9 kilometers. Now how far is he from his starting point? ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻഡ് പോയിന്റിലേക്കുള്ള ദൂരം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ദെൻ ഫസ്റ്റ് പറയുന്നത് മാൻ ചെയ്യുന്നത് 1 kilometer ഈസ്റ്റിലേക്ക് വാക്ക് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാല് വൺ മാൻ വാക്സ് 1 kilometer ടുവേർഡ്സ് ഈസ്റ്റ്, അതായത് ഈസ്റ്റിലേക്ക് 1 kilometer നടന്നു. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈസ്റ്റിലേക്ക് 1 kilometer. അത് കഴിഞ്ഞിട്ട് അയാൾ 1 kilometer ഈസ്റ്റിലേക്ക് നടന്നതിന് ശേഷം അയാള് എന്തായത് സൗത്തിലേക്ക് ടേൺ ചെയ്തു. സൗത്തിലേക്ക് 5 kilometer എന്തായത് നടന്നു. അതും കഴിഞ്ഞിട്ട് സൗത്തിലേക്ക് 5 kilometer നടന്നതിന് ശേഷം അയാൾ എന്താക്കി ഈസ്റ്റിലേക്ക് തന്നെ ടേൺ ചെയ്തിട്ട് ഈസ്റ്റിലേക്ക് 2 kilometer നടന്നു. അതാണ് ഈ കാണിച്ചത്. ദെൻ അയാൾ ഈസ്റ്റിലേക്ക് 2 kilometer നടന്നതിന് ശേഷം നോർത്തിലേക്ക് ടേൺ ചെയ്ത് 9 kilometer നോർത്തിലേക്ക് അയാള് എന്ത് ചെയ്തു നടന്നു. അങ്ങനെയാണ് ഇപ്പൊ ഫൈനലി അയാൾ ഈ പി പറഞ്ഞ പോയിന്റിലാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ പോയിന്റ് 0യിൽ നിന്നും ഇനീഷ്യൽ പോയിന്റ് ഓയിൽ നിന്ന് ഫൈനൽ പോയിന്റ് പിയിലേക്കുള്ള ലെങ്ത് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് എത്രയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇത്രയും പോർഷൻ 1 kilometer, ദെൻ ബാക്കി ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 2 kilometer ആണ്. അപ്പൊ ടോട്ടലി ബേസ് എന്ന് പറയുന്നത് എന്താണ് 3 kilometer ആണ്. ഓക്കെ, ഈ ഒരു ഏരിയ ലെങ്ത് എന്ന് പറയുന്നത് 3 kilometer. ദെൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 1 kilometer ഈസ്റ്റിലേക്ക് നടന്നതിന് ശേഷം അയാൾ 5 kilometer സൗത്തിലേക്കാണ് നടന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 5 ആണ്. ടോട്ടൽ എത്രയാണ്? 9 ആണ്. സോ ബാക്കിയുള്ള ഈ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? 9 - 5 ആയിരിക്കും. 9 - 5 പറയുമ്പോൾ 4 kilometer ആണ് എന്ത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റെക്ടാംഗിൾ ട്രയാംഗിളിന്റെ ബേസ്, ദെൻ നമ്മളെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഹൈപ്പോട്ന്യൂസ് കാണാൻ പറ്റും. അതായത് ബേസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 3 kilometer എന്ന് കിട്ടി. ദെൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ കിട്ടി? നമുക്ക് 4 kilometer എന്ന് കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് ഹൈപ്പോട്ന്യൂസ് എങ്ങനെ കാണാം? ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും റൂട്ട് ഓഫ് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് നമ്മൾ പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ ആണ്, പെർപെൻഡിക്കുലർ സൈഡിന്റെ സ്ക്വയർ ആണ്. സോ ബേസ് സ്ക്വയർ പറയുമ്പോൾ 3 square പ്ലസ് ദെൻ പെർപെൻഡിക്കുലർ സ്ക്വയർ പറയുമ്പോൾ 4 square. സോ റൂട്ട് ഓഫ് 3 square പറയുമ്പോൾ 9 പ്ലസ്
4 സ്ക്വയർ പറയുമ്പോൾ 16. 9 + 16 എന്ന് പറയുമ്പോൾ √25 കിട്ടും. √25 എന്ന് പറയുന്നത് എത്രയാണ്? 5 കിലോമീറ്റർ. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. ഓക്കെ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫൈനൽ ആൻസർ 5 കിലോമീറ്റർ. എന്തൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ. ദ ലാസ്റ്റ് പൊസിഷൻ ഓഫ് ദ മാൻ പി ആൻഡ് OEP is a right angular triangle in which EP equal to 3 kilometer and OE equal to 4 kilometer. Thus OP equal to root of 3 square plus 4 square. Then OP equal to √25. OP equal to 5 kilometer. Okay. Then next question നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനില് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഐ വാക്ക് 30 meters in northwest direction. നോർത്ത് ഡയറക്ഷനിൽ 30 meters നടന്നു from my house and then 30 meters in southwest direction. ആദ്യം നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ 30 മീറ്റേഴ്സും ദെൻ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ 30 മീറ്റേഴ്സും നടന്നു. ആഫ്റ്റർ ദിസ് ഐ വാക്ക് 30 meters in southeast direction. Now I turns to my house. In what direction I am going? അതായത് ഫസ്റ്റ് അയാളെ വീട്ടിൽ നിന്നും അയാള് 30 meter നോർത്ത് വെസ്റ്റിൽ നടന്നു. ദെൻ 30 meter സൗത്ത് വെസ്റ്റിൽ നടന്നു. ആഫ്റ്റർ അയാൾ എന്ത് ചെയ്തു? അഗൈൻ 30 meter സൗത്ത് ഈസ്റ്റിൽ നടന്നിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? വീട്ടിലേക്ക് ടേൺ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കറന്റ്ലി അയാൾ ഏത് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം നോർത്ത് ഈസ്റ്റിൽ 30 kilometer അയാൾ നടന്നു, 30 meter നടന്നു. ദെൻ നോർത്ത് വെസ്റ്റില് ഫസ്റ്റ് ഹോമിൽ നിന്നും എ ആണ് സ്റ്റാർട്ടിങ്. ദെൻ എന്ന് നോർത്ത് വെസ്റ്റില് 30 meter, ദെൻ സൗത്ത് വെസ്റ്റില് 30 meter, അഗൈൻ സൗത്ത് ഈസ്റ്റില് 30 meter. ദെൻ അയാള് ഹോമിലേക്ക് ടേൺ ചെയ്തു എന്നാ പറയണത്. അപ്പൊ എന്താണ് നമുക്കറിയാം, ബാക്കി ഈ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? നോർത്ത് ഈസ്റ്റ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എന്ത് പറയുന്നത്? എ എന്ന് പറയുന്നത്. ഓക്കെ. എ എന്ന് പറയുമ്പോൾ അയാളെ ഹോമായിട്ട് നമുക്ക് എന്താക്കാം? കൺസിഡർ ചെയ്യാം. ദെൻ ഹോമിൽ നിന്ന് അയാൾ 30 meter നോർത്ത് വെസ്റ്റിൽ നടന്നു. ദെൻ നോർത്ത് വെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൗത്ത് ഈസ്റ്റ് ആണ്. ദെൻ വീട്ടിലേക്ക് നടന്നു എന്ന് പറയാണ് നമ്മൾ. എയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തു എന്ന് പറയുന്നത്. ആ ഒരു പോർഷൻ ആണ് എന്ത്? നോർത്ത് ഈസ്റ്റ്. ദാറ്റ് മീൻസ് നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലുള്ള ഡയറക്ഷൻ. അതാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A man faces towards north, turning it to his right. Turning to his right, he walks 25 meter. He then turns to his left and walks. അതായത് a man faces towards north, turning his right, 25 walks 25 meter, then turns left and walks 30 meter. Then he moves 25 meters
ഹിസ് റൈറ്റ്, പിന്നെയും റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 25 മീറ്റർ വാക്ക് ചെയ്തു. ഹി ദെൻ ടേൺസ് ടു ഹിസ് റൈറ്റ് അഗൈൻ, റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 55 meters വാക്ക് ചെയ്തു. ഫൈനലി ഹി ടേൺസ് റൈറ്റ്, ദെൻ അഗൈൻ റൈറ്റിലേക്ക് ടേൺ ചെയ്തു, മൂവ് 40 meters. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോറി, അപ്പൊ അയാള് ഫേസ് ചെയ്തിരിക്കുന്നത് എന്തിലേക്കാണ്? നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരാള് റൈറ്റിലേക്ക് ടേൺ ചെയ്താൽ നമ്മൾ എന്താണ്? ഈസ്റ്റിലേക്കാണ് ആണല്ലോ. അപ്പോൾ അയാള് നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരാൾ ഇവിടെ നിന്നിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തു എന്ന് പറയുമ്പോൾ എവിടേക്കാണ്? ഈസ്റ്റ് ആണ് റൈറ്റ് ആയിട്ട് വരിക. അതാണ് ഇവിടെ 25 മീറ്റർ റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് ഈസ്റ്റിലേക്കാണ് എന്തായത് 25 മീറ്റർ അയാള് നടന്നു. ദെൻ ഈസ്റ്റിൽ എത്തി, അതായത് ബി എന്ന പോയിന്റിൽ എത്തിയതിന് ശേഷം അയാൾ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്കാണ് ടേൺ ചെയ്തത്. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? നോർത്തിലേക്കാണ്. സോ 30 മീറ്റർ അയാള് നടന്നു. അഗൈൻ അയാൾ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ട് 25 മീറ്റർ വാക്ക് ചെയ്തു. അഗൈൻ അയാൾ റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ട് 55 മീറ്റർ എന്തായത് വാക്ക് ചെയ്തു. അഗൈൻ അയാൾ റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ട് 40 മീറ്റർ എന്താക്കി? മീറ്റർ അയാൾ നടന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ക്വസ്റ്റ്യന്? ഫൈൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഏത് ഡയറക്ഷനിലാണ് അയാൾ ഇരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു അയാൾ ഓൾറെഡി നോർത്തിലായിരുന്നു. നോർത്തിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞപ്പോൾ ഈസ്റ്റിലെത്തി. ഈസ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആയപ്പോൾ നോർത്തിലെത്തി. നോർത്തിൽ നിന്ന് ദെൻ അഗൈൻ അയാള് റൈറ്റിലേക്ക് ടേൺ ചെയ്തപ്പോൾ ഈസ്റ്റിലെത്തി. ദെൻ ഈസ്റ്റിൽ നിന്ന് അയാൾ എന്താക്കിയതാണ്? റൈറ്റിലേക്ക് മൂവ് ചെയ്തപ്പോൾ നമ്മൾ സൗത്തിലെത്തി. സൗത്തിൽ നിന്നും അഗൈൻ അയാൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യാണ്. 40 മീറ്റർ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. സൗത്തിൽ എത്തിയതിന് ശേഷം റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മളെ ഇനീഷ്യൽ പോയിന്റ്, ദെൻ ഫൈനൽ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ചിട്ട് നോക്കാം നമുക്ക്. അപ്പോ ഇവിടെ ഇപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 50 ഉണ്ട്. ഇവിടെ എത്രയുള്ളത്? 40 ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഈ ഒരു പോർഷനിലാണ് എന്തുള്ളത്? ആള് നിൽക്കുന്നത്, അതായത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് അയാൾ ഉള്ളത്. സോറി, സൗത്ത് വെസ്റ്റ് അല്ല, സൗത്ത് ഈസ്റ്റില്. കാരണം സൗത്ത് വെസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്താവണം? ഈ 55നേക്കാളും, അതായത് സോറി 50 മീറ്ററിനേക്കാളും കൂടുതൽ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ സൗത്ത് വെസ്റ്റിൽ വരിക. ഇത് എന്ന് പറയുന്നത് 50നേക്കാളും കുറവായതുകൊണ്ട് ഈ ഒരു പോർഷനിലാണ് നമ്മൾ വരിക. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി അയാൾ നോർത്തിലാണ് ഉണ്ടായിരുന്നത്. നോർത്തിൽ നിന്നും അയാൾ റൈറ്റിലേക്ക് തിരിഞ്ഞപ്പോൾ അയാൾ ഈസ്റ്റിലെത്തി. ഈസ്റ്റിൽ നിന്ന് അഗൈൻ അയാൾ ലെഫ്റ്റിലേക്ക് പോയപ്പോൾ നോർത്തിലെത്തി. നോർത്തിൽ നിന്നും അയാൾ എന്താ ചെയ്തത്? അഗൈൻ റൈറ്റിലേക്ക്, ദാറ്റ് മീൻ ഈസ്റ്റ്. ഈസ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ എന്താണ്? സൗത്തിലാണ് എത്തിയത്. പക്ഷെ സൗത്തിൽ എത്തിയതിന് ശേഷം അയാൾ മൂവ് ചെയ്തത് 40 മീറ്റർ ആണ്. ഓൾറെഡി അതിന്റെ ഇടയിൽ എന്തുണ്ട്? അയാളെ സ്റ്റാർട്ടിംഗ് പോയിന്റും
ഉള്ള ആ ഇതും തമ്മിൽ 50 മീറ്റർ ആണ് ഉള്ളത്. ദെൻ ഇവിടുന്ന് അയാൾ എന്താക്കി, സൗത്തിൽ എത്തിയതിന് ശേഷം അയാൾ 40 മീറ്റർ ആണ് അയാൾ എന്താക്കിയത്, നടന്നത്. ദാറ്റ് മീൻസ് അയാൾ ഉള്ളത് എന്താണ്, സൗത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലാണ്. അതായത് ഈ ഒരു സൗത്തിനെ ഇത് ക്രോസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് സൗത്ത് ഈസ്റ്റ് പൊസിഷനിലാണ് അയാൾ നിൽക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Then if southeast become north and south become northeast, അതായത് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ആയിട്ടും സൗത്ത് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റും ആയിട്ടും മാറുകയാണ്. ഈ ഒരു മാനറിൽ തന്നെ ബാക്കി ഡയറക്ഷനിലും ഡിഫറൻസ് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ and all the rest direction are changed in the same manner, then what will be the direction of west? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെസ്റ്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്, സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് എന്തായി, നോർത്തായി. ദെൻ സൗത്ത് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റും ആയി. ഈ ഒരു സെയിം മാനറിൽ ബാക്കി ഡയറക്ഷനും ചേഞ്ച് വന്നു എന്നാണ് പറയുന്നത്. അപ്പോ ശരിക്കും നമുക്കുള്ള ഒരു ഡയറക്ഷൻ എങ്ങനെ വരുന്നത്, നോർത്ത് സൗത്ത് ഒക്കെ ഇങ്ങനെ വരിക. നോർത്ത് ഇവിടെ വന്നു, സൗത്ത് ഇവിടെ വന്നു, ദെൻ ഈസ്റ്റ് വെസ്റ്റ് ആണല്ലോ. വെസ്റ്റ് ഇവിടെ വന്നു, ദെൻ നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലുള്ളത് നോർത്ത് ഈസ്റ്റും, ഇവിടെ സൗത്ത് വെസ്റ്റും, ദെൻ നോർത്ത് വെസ്റ്റ്, ഇവിടെ സൗത്ത് ഈസ്റ്റ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്, സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ആയി എന്നാ പറയുന്നത്. അതായത് ഈ ഒരു സൗത്ത് ഈസ്റ്റ് വന്നിട്ട് നോർത്തിലേക്ക്, അതായത് ഒരു ആന്റി ക്ലോക്ക് ഡയറക്ഷനിലുള്ള ഒരു റൊട്ടേഷൻ ആണ് ഇവിടെ വന്നത്. സൗത്ത് എന്ന് പറയുന്നത് എന്തായി, സൗത്ത് ഈസ്റ്റ് പറയുന്നത് റൊട്ടേറ്റ് ചെയ്തിട്ട് നോർത്തിലെത്തി. ദെൻ അഗെയിൻ അപ്പൊ എന്താവും, ഈ ഒരു ഡയറക്ഷൻ സൗത്ത് ഈസ്റ്റ് ഇവിടെ എത്തി. നോക്കിക്കേ, സോറി, അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്, സൗത്ത് ഈസ്റ്റ് നോർത്തിൽ എത്തി എന്ന് പറഞ്ഞത്. അതായത് സൗത്ത് ഈസ്റ്റ് നോർത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം സൗത്ത് ഈസ്റ്റ് ഈസ്റ്റിലെത്തും. സൗത്ത് ഈസ്റ്റ് ഈസ്റ്റിൽ എത്തിയാൽ എന്താവും, ഇവിടെ നോർത്ത് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിലെത്തും. ദെൻ ഈസ്റ്റ്, ഇപ്പോ ഈസ്റ്റിലാണ് സൗത്ത് ഈസ്റ്റ് ഉള്ളത്. ദെൻ അഗെയിൻ സൗത്ത് ഈസ്റ്റ് എന്തായി, റൊട്ടേറ്റ് ചെയ്ത് നോർത്ത് ഈസ്റ്റിലെത്തി. നോർത്ത് ഈസ്റ്റിൽ എത്തുമ്പോൾ നോർത്ത് എവിടെ എത്തും, അപ്പൊ സൗത്ത് ഈസ്റ്റ് ആണ് നോർത്ത് ഈസ്റ്റിൽ എത്തിയത്. ദെൻ നോർത്ത് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിൽ നിന്ന് എന്താവും, വെസ്റ്റിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇപ്പൊ നോർത്ത് വെസ്റ്റിലും സൗത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റിലും എത്തി. ദെൻ സൗത്ത് ഈസ്റ്റ് എന്തായി, നോർത്തിലേക്ക് എത്തി. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നത്. സൗത്ത് ഈസ്റ്റ് എന്തായി, നോർത്തിലെത്തി. നോർത്തിലെത്തുമ്പോ എന്താവും, നോർത്ത് എന്ന് പറയുന്നത് എവിടെ എത്തും, സൗത്ത് വെസ്റ്റിലെത്തും. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ നോർത്ത് ഉള്ളത്, സൗത്ത് വെസ്റ്റില് ആണല്ലോ. സെയിം മാനറിൽ എന്തുണ്ടാവും, ഇപ്പൊ ഇവിടെ എത്ര റൊട്ടേഷൻ ഉണ്ടായത്, 1 2 3. അതായത് സൗത്ത് ഈസ്റ്റ് എത്രയായി, 3 റൊട്ടേറ്റ് ചെയ്തു. അതേപോലെ നോർത്തും 1 2 3 റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ അതേപോലെ തന്നെയാണ് സൗത്ത് എന്ത് ചെയ്യും, 3 റൊട്ടേഷൻ ചെയ്യും. അപ്പൊ അതായത് സൗത്ത് എന്തായി, 1 2 3. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ തന്നത് സൗത്ത് ഈസ്റ്റ് നോർത്തിൽ എത്തിയപ്പോ
സൗത്ത് എന്ന് പറയുന്നത് എന്തായി, നോർത്ത് ഈസ്റ്റിൽ എത്തി എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പൊ 3 റൊട്ടേഷൻ, എല്ലാ ഡയറക്ഷനും 3 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതാണ്. 3 പ്രാവശ്യം ഓരോ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് വെസ്റ്റിന്റെ ഡയറക്ഷൻ എന്താണ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞു എല്ലാ ഡയറക്ഷനും 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തതാണ്. അപ്പോൾ വെസ്റ്റും അതുപോലെ എന്തായിട്ടുണ്ടാവും, 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വെസ്റ്റ് 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ എവിടെ എത്തും? വെസ്റ്റ് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഒരു റൊട്ടേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റിലെത്തി, സെക്കൻഡ് റൊട്ടേഷനിൽ സൗത്തിലെത്തി, അഗെയിൻ തേർഡ് റൊട്ടേഷനിൽ സൗത്ത് ഈസ്റ്റിലെത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് ആൻസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് ഇവിടെ സൊല്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പോ ഒരു ഡിഗ്രീന്റെ കേസിലൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത്രയും ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ when west will be rotated by same degree in anti-clockwise, it will hold the place of southeast. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ആ ഒരു റൊട്ടേഷന്റെ മാനർ നോക്കുമ്പോൾ എല്ലാ റൊട്ടേഷനും എന്താക്കി 3 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സെയിം മാനറിൽ എന്തായിട്ടുണ്ടാവും, വെസ്റ്റും റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. വെസ്റ്റ് 3 പ്രാവശ്യം ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ എന്ത് വരും, സൗത്ത് ഈസ്റ്റിൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ, സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, if Rahim moves 20 meters in east direction, ഈസ്റ്റിലേക്ക് 20 മീറ്റർ നടന്നു, and turns to his left, അയാൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് എത്ര മീറ്റർ നടന്നു, 50 മീറ്റർ നടന്നു. അഗൈൻ ഹി ടേൺസ് ടു റൈറ്റ്, റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 25 മീറ്റർ നടന്നു. ആഫ്റ്റർ ദിസ് ഹി ടേൺസ് ഹിസ് റൈറ്റ്, then again റൈറ്റിലേക്ക് ടേൺ ചെയ്ത് 50 മീറ്റർ നടന്നു. ഓക്കെ, ഹൗ ഫാർ ഈസ് ഹി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്? അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ് അയാളെ ഫൈനൽ പോയിന്റിലേക്കുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റിൽ പറഞ്ഞത് എന്താണ്, ഈസ്റ്റിലേക്ക് 20 മീറ്റർ നടന്നു എന്നാണ്. അപ്പൊ അതാണ് ഇവിടെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. റഹീം ആദ്യം ഈസ്റ്റിലേക്ക് 20 മീറ്റർ നടന്നു. അഗൈൻ അയാൾ എന്താക്കി, ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാന്ന് പറയുമ്പോൾ ഈസ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാൻ പറയുമ്പോൾ നോർത്തിലേക്ക് മുകൾക്ക് പോവാ. 50 മീറ്റർ നടന്നു. ദെൻ അയാൾ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. നോർത്തിൽ നിന്ന് അഗൈൻ റൈറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ദെൻ ഈസ്റ്റിലാണ് പോകുന്നത്. 25 മീറ്റർ നടന്നു. അവിടുന്ന് അയാൾ റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് സൗത്ത് ഡയറക്ഷനിൽ 50 മീറ്റർ നടന്നു. ഇപ്പൊ അയാൾ ഫൈനലി ഡി പറഞ്ഞ പൊസിഷനിലാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഇത്രയും ഡിസ്റ്റൻസ് പറയേണ്ടത് എന്താണ്, 20 മീറ്റർ ആണ്. ദെൻ ബാക്കി പോർഷൻ ഈ എ ടു ഡി എന്ന പൊസിഷൻ എന്ന് പറയുന്നത് ബി ടു സി എന്ന പൊസിഷൻ ഡിസ്റ്റൻസിന് ഈക്വൽ ആണല്ലോ. സോ നമുക്ക് ആകെ കാണേണ്ടത് ഒ ടു ഡി ആണ്. അതിൽ ഒ ടു എ എന്ന് പറയുന്നത് 20 മീറ്റർ ആണെന്ന് അറിയാം. ദെൻ എ ടു ഡി എന്ന് പറയുന്നത് ബി ടു സിക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും, 20 പ്ലസ് 25 ഈക്വൽ ടു 45. ഓക്കെ, അതാണ് നമ്മൾ ആൻസർ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഓഫ് റഹീം ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ 20 പ്ലസ് 25 ഈക്വൽ ടു 45 മീറ്റേഴ്സ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, മോഹൻ വാസ് ഫേസിങ്
ഈസ്റ്റ്. മോഹൻ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണുള്ളത്. അതായത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ട് അയാൾ 4 കിലോമീറ്റർ ഫോർവേഡ് നടന്നു. അതായത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ട് 4 കിലോമീറ്റർ ഫോർവേഡ് നടന്നു പറഞ്ഞാൽ ഈസ്റ്റ് ഡയറക്ഷനിൽ അയാൾ 4 കിലോമീറ്റർ വാക്ക് ചെയ്തു എന്നാണ്. ആഫ്റ്റർ ടേണിംഗ് ടു ഹിസ് റൈറ്റ്, ഈസ്റ്റിൽ നിന്നും അയാൾ റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 3 കിലോമീറ്റർ നടന്നു. ഈസ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ടേൺ ചെയ്താൽ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ വരുന്നത്? സൗത്ത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. Then he turned to his right and walked 4 kilometers. സൗത്തിൽ നിന്നും അയാൾ എന്താക്കിയതാ? റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ദെൻ അയാൾ എന്ത് ചെയ്തു? 4 കിലോമീറ്റർ നടന്നു. ആഫ്റ്റർ ദിസ് ഹി ടേൺ ബാക്ക്. അതിനുശേഷം അയാൾ എന്ത് ചെയ്തു? ടേൺ ബാക്ക്, തിരിച്ച് നടന്നു. വിച്ച് ഡയറക്ഷൻ വാസ് ഹിസ് ഫേസ്? അയാൾ ഫൈനലി നിൽക്കുന്ന ഈ 4 കിലോമീറ്റർ നടന്നതിന് ശേഷം അയാൾ ടേൺ ബാക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾ ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഡയഗ്രം ഒന്ന് നോക്കാം. അപ്പോൾ അയാൾ ഓൾറെഡി ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഓൾറെഡി ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തു 4 കിലോമീറ്റർ ടുവാർഡ്സ് അയാൾ മൂവ് ചെയ്തു. എന്നിട്ട് അയാൾ എന്താക്കി? റൈറ്റിലേക്ക് ടേൺ ചെയ്തു. ദെൻ സൗത്ത് ഡയറക്ഷനിൽ അയാൾ 3 കിലോമീറ്റർ മൂവ് ചെയ്തു. അഗെയിൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? വെസ്റ്റ് ഡയറക്ഷനിൽ. അതായത് നമ്മൾ ഓൾറെഡി ഈസ്റ്റ് ഡയറക്ഷനിൽ നമ്മൾ പിന്നെ എന്തായി? റൈറ്റിൽ മൂവ് ചെയ്ത് സൗത്ത് ഡയറക്ഷനിൽ. ദെൻ സൗത്തിൽ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്താൽ വെസ്റ്റ് ഡയറക്ഷനിൽ അയാൾ എന്ത് ചെയ്തു? 4 കിലോമീറ്റർ നടന്നു. എന്നിട്ട് അയാൾ ടേൺ ബാക്ക് ചെയ്തു എന്നാ പറയണത്. അതായത് ഇപ്പൊ അയാൾ വെസ്റ്റിലാണുള്ളത്. എന്നിട്ട് അയാൾ തിരിഞ്ഞു നിന്നു. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? അയാൾ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നുണ്ടാവുക? ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അതാണ്. ഇഫ് മോഹൻ ടേൺ ബാക്ക് ഫ്രം ഫൈനൽ പൊസിഷൻ ഹി മസ്റ്റ് ഫേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഈസ്റ്റ്. അതിന് കാരണം എന്താ? നമ്മൾ സൗത്തിൽ എത്തി. ഓൾറെഡി ഈസ്റ്റിലുള്ള ആള് റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ എന്താവും? സൗത്തിലേക്കാണ് വരിക. സൗത്തിൽ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമ്മൾ വെസ്റ്റിലേക്ക് വരും. വെസ്റ്റിൽ നമ്മൾ കറക്റ്റ് 180 ഡിഗ്രി, അതായത് ടേൺ ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? നമ്മൾ വെസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാളുള്ളത്? ഈസ്റ്റ് ആണ്. സോ അയാൾ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A cyclist goes 30 kilometer to north. അതായത് 30 കിലോമീറ്റർ നോർത്തിലേക്ക് ആൻഡ് ദെൻ ടേണിംഗ് ടു ഈസ്റ്റ്. അയാൾ ഈസ്റ്റിലേക്ക് എന്ത് ചെയ്തു? ടേൺ ചെയ്തിട്ട് 40 കിലോമീറ്റർ നടന്നു. അഗൈൻ ഹി ടേൺസ് ടു ഹിസ് റൈറ്റ്. അതായത് ഈസ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ടേൺ ചെയ്യാന്ന് പറയുമ്പോൾ സൗത്തിലേക്ക് അയാൾ എന്ത് ചെയ്തു? 20 കിലോമീറ്റർ റൺ ചെയ്തു. ആഫ്റ്റർ ദിസ് ഹി ടേൺസ് ടു ഹിസ് റൈറ്റ് ആൻഡ് ഗോസ് ഫോർവേഡ്. ദെൻ സൗത്തിലെത്തി. സൗത്തിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു? റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? 40 കിലോമീറ്റർ റൺ ചെയ്തു. ഹൗ ഫാർ ഈസ് ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരത്തിലാണ് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിലാണ് അയാൾ ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അയാൾ ഓൾറെഡി ഉള്ളത് എന്താണ്? നോർത്തിലേക്കാണ് അയാൾ 30 കിലോമീറ്റർ മൂവ് ചെയ്തത്. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. നോർത്തിൽ നിന്നും അയാൾ എന്ത് പറഞ്ഞു? ഡയറക്റ്റ് നമ്മളോട് പറഞ്ഞു ഈസ്റ്റിലേക്ക് 40 കിലോമീറ്റർ നടന്നു പറഞ്ഞു. 40 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് നടന്നിട്ട് അയാൾ റൈറ്റിലേക്ക് ടേൺ ചെയ്തു എന്നാണ്. അതായത് ഈസ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമ്മൾ സൗത്ത് ഡയറക്ഷനിൽ വന്നു. ദെൻ അയാൾ 20 കിലോമീറ്റർ എന്താക്കി? റൺ ചെയ്തു. 20 കിലോമീറ്റർ സൗത്തിലേക്ക് റൺ ചെയ്തതിന് ശേഷം അഗൈൻ അയാൾ റൈറ്റിലേക്ക്
ടേൺ ചെയ്തു. സൗത്തിൽ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിൽ വരും? വെസ്റ്റ് ഡയറക്ഷനിൽ വരും. വെസ്റ്റ് ഡയറക്ഷനിൽ അയാൾ എത്ര മീറ്റർ ആണ് മൂവ് ചെയ്തത്? 40 കിലോമീറ്റർ മൂവ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ പോയിന്റും ദെൻ ഇനീഷ്യൽ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചത്. ഫൈനൽ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് O ആണ്. ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? D ആണ്. നമുക്കറിയാം O to A എന്ന് പറയുന്നത് എന്താണ്? 30 കിലോമീറ്റർ ആണ്. ദെൻ ഈ D to N എന്ന് പറയുന്നത് B to C ക്ക് ഈക്വൽ ആണ്. സോ D to N എത്രയാണ്? 20 കിലോമീറ്റർ ആണ്. നമുക്ക് കാണേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് O to D ആണ്. O to D എന്ന് പറയുമ്പോൾ O to A മൈനസ് D to A ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 30 മൈനസ് 20 എന്ന് പറയുന്നത് 10 കിലോമീറ്റർ. ഓക്കെ, ഫൈനൽ ആൻസർ ഈസ് 10 കിലോമീറ്റർ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഓഫ് സൈക്ലിസ്റ്റ് ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് O to എൻഡ് പോയിന്റ് D എന്ന് പറയുമ്പോൾ 30 മൈനസ് 20 ഈക്വൽ ടു 10 കിലോമീറ്റർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ദെൻ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് A, B, C ആൻഡ് D ആർ സ്റ്റാൻഡിങ് ഓൺ ദ ഫോർ കോർണേഴ്സ് ഓഫ് സ്ക്വയർ ഫീൽഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് എയും ബിയും സിയും ഒരു എന്താണ് സ്ക്വയർ ഫീൽഡിന്റെ 4 കോർണേഴ്സിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. എ സ്റ്റാർട്ട് ക്രോസിംഗ് ദ ഫീൽഡ് ഡയഗണലി. ദെൻ എ എന്ന് പറയുന്നത് ഫീൽഡിനെ ക്രോസ് ആയിട്ട് മൂവ് ചെയ്യാണ്, ഡയഗണലി മൂവ് ചെയ്യാണ്. ആഫ്റ്റർ വാക്കിംഗ് ഹാഫ് ദ ഡിസ്റ്റൻസ്, അതായത് അവർ ഇതിന്റെ ഹാഫ് ഡിസ്റ്റൻസ് വാക്ക് ചെയ്തതിന് ശേഷം ഈ ടേൺസ് റൈറ്റ്. എ എന്ന് പറയുന്നത് റൈറ്റിലേക്ക് ടേൺ ചെയ്തു. വാക്ക് സം ഡിസ്റ്റൻസ് ആൻഡ് ടേൺസ് ലെഫ്റ്റ്. അപ്പൊ എന്താ പറഞ്ഞത്? എ എന്ന് പറയുന്നത് ഫീൽഡിനെ ഡയഗണലി ക്രോസ് ചെയ്യാണ്. ഡയഗണലി ക്രോസ് ചെയ്തു, ഹാഫ് വാക്ക് ചെയ്തു, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? റൈറ്റിലേക്ക് ടേൺ ചെയ്തു. റൈറ്റിലേക്ക് ടേൺ ചെയ്തതിന് ശേഷം അയാൾ എന്ത് ചെയ്തു? സം ഡിസ്റ്റൻസ് വാക്ക് ചെയ്തു. എന്നിട്ട് അയാൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനലി എന്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കാണിക്കാം. നോക്കിക്കേ, എ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? എ എന്ന് പറയുമ്പോൾ ഈ ഒരു എന്റെ പൊസിഷനിൽ നിന്നും ഡയഗണലി മൂവ് ചെയ്യുക ചെയ്തത്. ഡയഗണലി മൂവ് ചെയ്ത് ഹാഫ് ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തു. എന്നിട്ട് ഈ ഒരു പോയിന്റിലെത്തി. ഈ ഒരു പോയിന്റിൽ എത്തിയതിന് ശേഷം എന്ത് ചെയ്തു? റൈറ്റിലേക്ക് മൂവ് ചെയ്തു. റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ട് എന്തായി? സം ഡിസ്റ്റൻസ് അത് വാക്ക് ചെയ്തു. എഗൈൻ അത് എന്തെങ്കിലും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഡയറക്ഷന്റെ ഈ ഒരു ഇതിൽ വെച്ച് നോക്കിക്കേ, എ വരുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഡയറക്ഷനിൽ. എന്നിട്ട് ഈ ഒരു സെന്റർ പോയിന്റിൽ എത്തി. എഗൈൻ എന്നിട്ട് എന്ത്? റൈറ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ നോർത്തിലേക്ക് ടേൺ ചെയ്തു. നോർത്തിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? നോക്കിക്കേ, ഈ നോർത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിലുള്ള ഒരു പൊസിഷനിലാണ് വരിക. സോ അയാൾ ഉണ്ടാകുന്നത് ഏത് പൊസിഷനിലാണ്? നോർത്ത് വെസ്റ്റ് പൊസിഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായല്ലോ? എ വരുന്നത് ഡയഗണലി ആണ്. അതാണ് ഹാഫ് മൂവ്മെന്റ് ആണുള്ളത്. സെന്റർ പോയിന്റിലും എത്തണമെന്നില്ല. ഓക്കെ, അതായത് ഹാഫ് മൂവ് ചെയ്തിട്ട് ദെൻ നോർത്തിലേക്ക്, അതായത് റൈറ്റിലേക്ക് ടേൺ ചെയ്തു, ദെൻ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പൊസിഷൻ വരുന്നത് നോർത്ത് വെസ്റ്റിലാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എ ഡയറക്ഷൻ ഓഫ് പോൾ വാസ് സിറ്റുവേറ്റഡ് ഓൺ a direction pole was situated on the crossing. Due to an accident, the pole turned in such a manner that a pointer which was showing east started showing south.
അതായത് സിഗ്നലിലുള്ള ഡയറക്ഷൻ പോൾ എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റ് കാരണം ഈസ്റ്റിലേക്ക് ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് സൗത്തിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് സൗത്തിലേക്ക് മാറി. One traveler went to wrong direction thinking to be west. അതായത് അയാൾ ഇപ്പോൾ എന്താണ് കറക്റ്റ് ഡയറക്ഷനിലല്ല എന്ത് ചെയ്യുന്നത്, ഇപ്പൊ പോള് ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഇപ്പൊ എന്ന് പറയുന്നത് ഈസ്റ്റ് സൗത്ത് ആയിട്ടാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ട്രാവലർ വെസ്റ്റ് ആണെന്ന് കരുതിയിട്ട് ഒരു ഡയറക്ഷനിൽ വന്നു. അയാൾ റോങ് ആയിട്ട് വന്നിട്ട് വെസ്റ്റിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇൻ വാട്ട് ഡയറക്ഷൻ ആക്ച്വലി ഹീസ് വാസ് ട്രാവലിംഗ്. അപ്പൊ ഏത് ഡയറക്ഷനിലാണ് കറക്റ്റ് അയാൾക്ക് ട്രാവൽ ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ. അയാൾ ഇപ്പൊ വെസ്റ്റിലേക്കാണ് വന്നത്. നമുക്കറിയാം എന്തായാലും പോള് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ റോങ് ആയിട്ടാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ഏത് ഡയറക്ഷനിലാണ് കറക്റ്റ് അയാൾക്ക് മൂവ് ചെയ്യേണ്ടത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈസ്റ്റ് എന്ന് പറയുന്നത് എന്തായതാണ്, ഈസ്റ്റ് സൗത്ത് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഏത് ഡയറക്ഷനിലാണ് ഷെപ്പ് പോയിന്റ് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈസ്റ്റ് സൗത്ത് ആയിട്ടുണ്ട്. ഈസ്റ്റ് സൗത്ത് ആവുക എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ആന്റി ക്ലോക്ക് വൈസിൽ നമ്മൾ ഡയറക്ഷൻ നോക്കുമ്പോൾ ഈസ്റ്റ് സൗത്ത് ആവണമെന്നുണ്ടെങ്കിൽ 1 2 3 3 റൊട്ടേഷന് റൊട്ടേറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈസ്റ്റ് സൗത്തിലേക്ക് മാറുന്നത്. ഇതിപ്പോ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിലല്ലെങ്കിലും ക്ലോക്ക് വൈസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈസ്റ്റ് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ് നോക്കി. പക്ഷെ ഡയറക്ഷൻ പോൾ പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. പക്ഷെ ഈസിലി നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, ഈസ്റ്റ് പറയുന്നത് സൗത്തിലേക്ക് മൂവ് ചെയ്തു, അതായത് 1 റൊട്ടേഷൻ എങ്ങനെയാണ് ക്ലോക്ക് വൈസിൽ വന്നത്. സോ വെസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസിൽ 1 റൊട്ടേഷൻ നോക്കുമ്പോൾ എന്താവും, നോർത്തിലേക്കാണല്ലോ വരിക. ഇതിപ്പോ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ആന്റി ക്ലോക്ക് ഡയറക്ഷനിലുള്ളതാണ്. ആന്റി ക്ലോക്ക് ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് പറയുമ്പോൾ 1 2 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് എന്ന് പറയുമ്പോൾ അതേപോലെ 1 വെസ്റ്റിന് 1 2 3. അപ്പൊ എഗെയിൻ അത് നോർത്തിലാണ് വരിക. ഓക്കെ, പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്, ഇത് ഒറ്റൊരു മൂവ്മെന്റിൽ ഇവിടെ നമുക്ക് ഈ ഒരു ക്ലോക്ക് വൈസിൽ നോക്കുമ്പോൾ ഈസ്റ്റ് സൗത്ത് ആയത് ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അതേ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറയാം ഇത് പറയുന്നത് വെസ്റ്റ് എന്ന് പറയുന്നത് നോർത്തിനായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നോർത്താണ് കറക്റ്റ് ആൻസർ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആസ് ഈസ്റ്റ് ബിക്കം സൗത്ത് therefore the pole has turned through 90 degree in anti-clockwise direction. അതായത് hence the west will be north. Then next question ലേക്ക് പോവാണ്. Then a man leaves from his office for his home. He walks towards east after moving 20 meter ഈസ്റ്റിലേക്ക്. അയാൾ ഓഫീസിൽ നിന്നും ഹോമിലേക്ക് പോവാണ്. ഈസ്റ്റിലേക്ക് 20 മീറ്റർ അയാൾ എന്ത് ചെയ്തു, മൂവ് ചെയ്തു. എന്നിട്ട് അയാൾ സൗത്തിലേക്ക് 10 മീറ്റർ മൂവ് ചെയ്തു. ദെൻ അയാള് 35 മീറ്റർ എന്ത് ചെയ്തു, വെസ്റ്റിലേക്ക്. ഞാൻ ക്വസ്റ്റ്യൻ ഫുൾ വായിക്കാം. എ മാൻ ലീവ്സ് ഫ്രം ഹിസ് ഓഫീസ് ഫോർ ഹിസ് ഹോം. ഹി വാക്സ് ടുവേർഡ്സ് ഈസ്റ്റ് ആഫ്റ്റർ മൂവിങ് എ ഡിസ്റ്റൻസ് 20 മീറ്റർ. He turns south and walks 10 meter.
Then he walks 35 meters towards west and further 5 meters towards north. He then turns towards east and walks 15 meters. What is the straight distance in meter between his initial point and the final point? Final position. അപ്പൊ എന്താ പറഞ്ഞത്? അയാള് ആദ്യം ഓഫീസിൽ നിന്ന് ഹോമിലേക്ക് പോകുമ്പോൾ ഈസ്റ്റിലേക്ക് 20 മീറ്റർ മൂവ് ചെയ്തു. ദെൻ അയാൾ സൗത്തിലേക്ക് 10 മീറ്റർ മൂവ് ചെയ്തു. ദെൻ ടുവാർഡ്സ് വെസ്റ്റിൽ അയാൾ എന്ത് മൂവ് ചെയ്തു? ടുവാർഡ് വെസ്റ്റിൽ അയാൾ 35 മീറ്റർ മൂവ് ചെയ്തു. ആൻഡ് ഫർദർ 5 മീറ്റർ നോർത്തിൽ അയാൾ 5 മീറ്റർ മൂവ് ചെയ്തു. ദെൻ അയാൾ ഈസ്റ്റിലേക്ക് 50 മീറ്ററും മൂവ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ഇപ്പൊ അയാൾ നിൽക്കുന്നത് ഈസ്റ്റ് പൊസിഷനിൽ 15 മീറ്റർ മൂവ് ചെയ്തിട്ടാണ് അയാൾ നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പൊസിഷനും അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രൈറ്റ് ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യന്. നമുക്ക് ജസ്റ്റ് നോക്കാം. അയാള് ഓഫീസിൽ നിന്ന് ഹോമിലേക്ക് പോകുമ്പോൾ അയാൾ 20 മീറ്റർ എന്താ ചെയ്തത്? 20 മീറ്റർ ഈസ്റ്റിലേക്ക് കറക്റ്റ് ഡയറക്ഷൻ തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടേണിംഗ് അല്ല. സോ നമുക്ക് ഡൗട്ട് ഒന്നും വരാനില്ല. ഈസ്റ്റിലേക്ക് 20 മീറ്റർ അയാൾ മൂവ് ചെയ്തു. എന്നിട്ട് അയാൾ സൗത്തിലേക്ക് 10 മീറ്റർ മൂവ് ചെയ്തു. ദെൻ അയാൾ എന്ത് ചെയ്തു? വെസ്റ്റിലേക്ക് 35 മീറ്റർ മൂവ് ചെയ്തു. ദെൻ നോർത്തിലേക്ക് 5 മീറ്റർ. അവിടെ നിന്ന് നോർത്തിൽ നിന്ന് അയാൾ ടേൺ ചെയ്ത് ഈസ്റ്റിലേക്ക് 15 മീറ്റർ ആണ് മൂവ് ചെയ്തത്. അപ്പൊ നമ്മൾ കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ പൊസിഷനിലാണ് അയാൾ നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ 20 മീറ്റർ ഈസ്റ്റിലേക്ക് നടന്നതിന് ശേഷം അയാൾ സൗത്തിലേക്ക് നടന്നത് 10 മീറ്റർ ആണ്. ഇവിടെ വെസ്റ്റിൽ എത്തിയതിനു ശേഷം അയാൾ എത്ര നോർത്തിലേക്ക് എത്രയും മൂവ് ചെയ്തത്? 5 മീറ്റർ ആണ്. ഇവിടെ കറസ്പോണ്ടിങ് 10 മീറ്ററും ഉണ്ട്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഈ ഡിസ്റ്റൻസ് 5ഉം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10ഉം ആണ്. അപ്പൊ അതിനിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്കറിയാം 10 മൈനസ് 5 ഈക്വൽ ടു 5 മീറ്റർ ആണ് നമ്മളെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള മൂവ്മെന്റ് ഓഫ് മാൻ ഈസ് O to E ആണ് മൂവ് ചെയ്തത്. ഓയിൽ നിന്നും ഈ ഒരു വഴി വന്ന് ഇയിലാണ് അയാൾ എത്തിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ സ്ട്രൈറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 10 മീറ്റർ മൈനസ് 5 മീറ്റർ ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Kunal walks 10 kilometers towards north. From there, he walks 6 kilometers towards south. അതായത് 10 കിലോമീറ്റർ നോർത്തിലേക്ക് മൂവ് ചെയ്തു. Kunal walks 10 kilometers towards north. From there, he walks 6 kilometers towards south. Then he walks 3 kilometers towards east. How far and in which direction is he with reference to his starting point? അപ്പൊ പറയുന്നത് എന്താണ്? കുനാല് നോർത്തിലേക്ക് എത്ര 10 കിലോമീറ്റർ മൂവ് ചെയ്തു. ദെൻ അവിടുന്ന് 6 കിലോമീറ്റർ എന്താണ്? സൗത്തിലേക്ക് അയാള് മൂവ് ചെയ്തു. Then he walks 3 kilometers towards east. ഈസ്റ്റിലേക്ക് 3 കിലോമീറ്ററും മൂവ് ചെയ്തു. How far and which direction? ഇപ്പൊ അയാൾ എത്ര ഡിസ്റ്റൻസിലാണ്? ഇനീഷ്യൽ പോയിന്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് അയാൾ ഉള്ളത്? ദെൻ ഏതൊരു ഡയറക്ഷനിലാണ് അയാൾ ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു, അതായത് ഇപ്പൊ പൊസിഷൻ ചോദിക്കുന്നത് വിത്ത് റെഫറൻസ് ടു എന്താണ്? നമ്മളെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇതാണ് അതിന്റെ ഒരു പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. അയാൾ ഫസ്റ്റ് എന്താ ചെയ്തത്? നോർത്തിലേക്ക് 10 കിലോമീറ്റർ നോർത്തിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ 10 കിലോമീറ്റർ അയാൾ എന്തായി? നോർത്തിലേക്ക് മൂവ് ചെയ്തു. അവിടുന്ന് സൗത്തിലേക്ക് എന്തായത്? 6 കിലോമീറ്റർ നടന്നു. ദെൻ 3 കിലോമീറ്റർ എന്തായി? അയാള്
3 കിലോമീറ്റർ അയാൾ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പൊസിഷൻ ഇപ്പൊ അയാൾ ഉള്ളത് ഈ സി പറഞ്ഞ പൊസിഷനിലാണ്. അതും ഓയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ് പൊസിഷനെ കറസ്പോണ്ടിങ് ചെയ്തിട്ട് ഈ സിന്റെ പൊസിഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൊത്തം 10 കിലോമീറ്ററും ഇതെന്ന് പറയുന്നത് 6 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മൈനസ് 6 എന്ന് പറയുമ്പോൾ ഇത് പറയുന്നത് 4 കിലോമീറ്റർ എന്ന് വരും. ഇത് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഹൈപ്പോട്ന്യൂസ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുമ്പോൾ ഈ ഒ സി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് മറ്റു രണ്ടിന്റെയും സ്ക്വയർ പ്ലസ് ചെയ്തതാണ്. സോ ഒ സി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ്. അഗെയിൻ റൂട്ട് 9 പ്ലസ് 16 ഈക്വൽ ടു റൂട്ട് 25 ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. സോ നമുക്ക് ഡയറക്ഷൻ നോക്കിയാൽ കറക്റ്റ് അറിയാം. ഇവിടെ നോർത്ത്, ഇവിടെ ഈസ്റ്റ്. ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ 5 മീറ്റർ വിത്ത് റെസ്പെക്ട് ടു നോർത്ത് 5 മീറ്റർ ആൻഡ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രം ദ ഫിഗർ വി ഗെറ്റ് ഒ സി വിച്ച് ഈസ് റിക്വയർഡ് ഡിസ്റ്റൻസ് ഒ സി ഈക്വൽ ടു റൂട്ട് ഓഫ് ഒ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. That means OC equal to 4 square plus 3 square equal to 5 kilometer and in northeast direction. Then next question. Rohan walks distance 3 kilometer towards north. അതായത് നോർത്തിലേക്ക് 3 കിലോമീറ്റർ വാക്ക് ചെയ്തു. then turns his ലെഫ്റ്റിലേക്ക് 2 കിലോമീറ്റർ വാക്ക് ചെയ്തു. again he turns ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്തു? 3 കിലോമീറ്റർ വാക്ക് ചെയ്തു. at this point he turns to his left. then again അയാൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 3 കിലോമീറ്റർ മൂവ് ചെയ്തു. how many kilometer is he from starting point? സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അയാൾ ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റിൽ എന്താ പറഞ്ഞത്? ഫസ്റ്റിൽ അയാൾ നോർത്തിലേക്ക് 3 കിലോമീറ്റർ നടന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോർത്തിലേക്ക് 3 കിലോമീറ്റർ നടന്നു. ദെൻ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് വരിക? വെസ്റ്റ് ഡയറക്ഷനിൽ. എന്നിട്ട് അയാൾ 2 കിലോമീറ്റർ നടന്നു. ദെൻ അവിടെ നിന്ന് വെസ്റ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിക എന്ന് പറയുമ്പോൾ സൗത്ത് ഡയറക്ഷനിൽ 3 കിലോമീറ്റർ. ദെൻ അയാൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് എന്താണ്? 3 കിലോമീറ്റർ ആണ് നടന്നത്. ആ ഒരു 3 കിലോമീറ്ററിനെയാണ് ഇവിടെ 2 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ ആക്കി എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു പാത്ത് എന്ന് പറയുന്നത്. ഫൈനലി അയാൾ ഇവിടെ 3 കിലോമീറ്റർ ആണ് നടന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ് ഉള്ളത്? ദെൻ ഫൈനൽ പോയിന്റ് എവിടെയാണുള്ളത്? അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈനലി അയാൾ നടന്ന 3 കിലോമീറ്ററിന് നമ്മൾ എന്താക്കിയാണ്? 2 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫ്രം ഫിഗർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് OD is required distance which is 1 കിലോമീറ്റർ. കറക്റ്റ് ഫിഗറിൽ അത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ one morning Uday and Vishal were talking to each other face to face at a crossing. If Vishal's shadow was exactly to the left
ലെഫ്റ്റ് ഓഫ് ഉദയ് വിച്ച് ഡയറക്ഷൻ വാസ് ഉദയ് ഫേസ്. ഒരു മോർണിംഗിൽ ഉദയും വിശാലും ഫേസ് ടു ഫേസ് ആയിട്ട് എന്ത് ചെയ്യാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ വിശാലിന്റെ ഷാഡോ എന്ന് പറയുന്നത് ഉദയിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉദയ് ഏത് ഡയറക്ഷനിൽ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം മോർണിംഗ് ആവുമ്പോ സൺ എന്ന് പറയുമ്പോ ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക? സണ്ണ് ഈസ്റ്റ് ഡയറക്ഷനിൽ വരും. സോ ഇവിടെ ഇപ്പൊ ഡയറക്ഷന് വേറെ എന്താണ്, സോറി, അപ്പോൾ ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ മോർണിംഗ് ആണ് സണ്ണിന്റെ ഈ ഒരു പൊസിഷനിലാണ് ഉണ്ടാവുക. സോ ഷാഡോ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിലാണ് ഷാഡോ വരിക ആണല്ലോ, വെസ്റ്റ് ഡയറക്ഷനിലാണ് ഷാഡോ വരിക. ഈ വെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്? ഉദയിന്റെ ലെഫ്റ്റിലാണ്. ഉദയിന്റെ ലെഫ്റ്റിൽ വെസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഉദയ് ഏത് പൊസിഷനിൽ നിൽക്കണം? നോർത്ത് പൊസിഷൻ. നോർത്തിന്റെ ലെഫ്റ്റ് പൊസിഷനിലാണ് എന്ത് വരിക? വെസ്റ്റ്. അപ്പൊ ഉദയ് എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണ് ഉണ്ടാവുക? ഏത് ഇതിലാണ് ഉണ്ടാവുക? നോർത്തിലാണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ടേൺ ചെയ്തിട്ടാണ് ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത്. ഇവിടെ മുകളിൽ സൗത്തും താഴെ നോർത്തും ആയിട്ടാണ്. അഗെയിൻ സെയിം സംഭവം തന്നെ. ഇവിടെ ഉദയ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കും, വിശാൽ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്കും ഫേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഞാൻ ഡ്രോ ചെയ്ത ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ്ടാവുക. ഉദയ് ഇങ്ങോട്ടും വിശാൽ ഈ ഒരു ഡയറക്ഷനിൽ. എങ്ങനെ ആയാലും ഉദയിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതിലായിരിക്കും? നോർത്തിൽ ഫേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു സണ്ണിന്റെ ഡയറക്ഷൻ അറ്റ് മോർണിംഗ് സണ്ണിന്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അറ്റ് മോർണിംഗ് സൺ എന്ന് പറയുമ്പോൾ ഈസ്റ്റിലാണ്. സോ ഷാഡോ എന്ന് പറയുന്നത് വെസ്റ്റിലാണ്. ഷാഡോ വെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പറയുന്നത് ഉദയന്റെ ലെഫ്റ്റ് ആണ്. അപ്പോൾ വെസ്റ്റ് ഡയറക്ഷൻ ലെഫ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ അയാൾ ഫേസ് ചെയ്യേണ്ടത് എന്തിലായിരിക്കണം? നോർത്തിലായിരിക്കണം. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഉദയന്റെ ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നോർത്ത് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇഫ് വൈ ഈസ് ഇൻ ഈസ്റ്റ്, അതായത് വൈ എന്ന് പറയുന്നത് എക്സിന്റെ ഈസ്റ്റിലാണ്. സോ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ആദ്യം. വൈ ഈസ് ഇൻ ഈസ്റ്റ് ഓഫ് എക്സ് വിച്ച് ഈസ് ഇൻ ദ നോർത്ത് ഓഫ് സെഡ്. If P is in the south of Z, then in which direction of Y is P? അതായത് വൈയും പി വൈന്റെ ഏത് ഡയറക്ഷനിലാണ് പി വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് വൈ എന്ന് പറയുന്നത് എക്സിന്റെ ഈസ്റ്റിലും, എക്സ് എന്ന് പറയുന്നത് സെഡിന്റെ നോർത്തിലും, പി എന്ന് പറയുന്നത് സെഡിന്റെ സൗത്തിലും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്നത് വൈന്റെ ഏത് ഡയറക്ഷനിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നത്? എക്സിന്റെ ഈസ്റ്റില്, അപ്പൊ ഇവിടെ നോർത്ത് ഉണ്ട്, ഇവിടെ ഈസ്റ്റ് ഉണ്ട്, ഇവിടെ സൗത്ത് ഉണ്ട്, ഇവിടെ വെസ്റ്റ് ഉണ്ട്. അപ്പൊ എക്സിന്റെ ഈസ്റ്റിലാണ് എന്തുള്ളത്? വൈ ഉള്ളത്. ദെൻ വൈ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? സെഡിന്റെ നോർത്തിലും ആണ് ഉള്ളത് എന്ന് പറയും. സോറി, അങ്ങനെ തന്നെയല്ലേ ക്വസ്റ്റ്യൻ? അതാ എക്സിന്റെ കാര്യമാണോ പറയുന്നത്? വൈ ഈസ് ഇൻ ദ ഈസ്റ്റ് ഓഫ് എക്സ്. എക്സ് ആണ് എന്തുള്ളത്? സെഡിന്റെ നോർത്തിലുള്ളത് കേട്ടോ. അതായത് വൈ ഈസ് ഇൻ ദ ഈസ്റ്റ് ഓഫ് എക്സ്. വൈ ഈസ്റ്റിന്റെ എക്സിലാണ്. ആ എക്സ് എന്ന് പറയുന്നത് അതാണ് ഇവിടെ വിച്ച് ഈസ് ഇൻ നോർത്ത് ഓഫ് സെഡ് പറയുന്നത്. എക്സ് ആണ് എന്ത്? സെഡിന്റെ നോർത്തിലുള്ളത്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ സെഡ് എന്താണ്? സെഡിന്റെ നോർത്തില് സെഡ് ഇവിടെ വന്നു. സെഡിന്റെ നോർത്തിൽ എന്ത് വന്നു? എക്സ് വന്നു. എക്സിന്റെ ഈസ്റ്റിൽ വൈ വന്നു. ദെൻ പറഞ്ഞത് പി എന്ന് പറയുന്നത് സെഡിന്റെ സൗത്തിലാണ്. അപ്പൊ
എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്? അതായത് സെഡിന്റെ നോർത്തിൽ എക്സ്, എക്സിന്റെ ഈസ്റ്റില് വൈ, ദെൻ സെഡിന്റെ സൗത്തിൽ എന്താണ്? സെഡിന്റെ സൗത്തില് പി. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത് വൈന്റെ ഏത് ഡയറക്ഷനിലാണ്? നമുക്കറിയാം സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് വന്നിട്ടുണ്ടാവും. സോറി, ഇവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് then in which direction of y is p, അതായത് വൈനെ കറസ്പോണ്ട് ചെയ്തിട്ട് പിന്റെ പൊസിഷൻ ആണ്. നമ്മൾ പിനെ കറസ്പോണ്ട് ചെയ്തിട്ട് വൈന്റെ പൊസിഷൻ പറയുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സൗത്ത് ഈസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പിന്റെ പൊസിഷൻ ചോദിക്കുമ്പോൾ എന്താണ്? സൗത്ത് വെസ്റ്റിലായിരിക്കും ആണല്ലോ. അത് ഓർത്ത് വെക്കുക. ആ ഒരു ഡിഫറൻസ് മാറിപ്പോണ്ട, എനിക്ക് തന്നെ മാറിപ്പോയി. ഇപ്പോ നോക്കിക്കേ, ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ച ക്വസ്റ്റ്യന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. കാരണം ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈയില് പിന്റെ പൊസിഷൻ ആണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു പിയില് വൈന്റെ പൊസിഷൻ പറയുമ്പോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഇതില് കറസ്പോണ്ടിങ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നോക്കുമ്പോ നമ്മളെ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു ഇത് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ ഈ ഒരു ഇത് എന്ന് പറയുമ്പോൾ, അതായത് പി എന്ന് പറയുമ്പോൾ സൗത്തിലും വൈ എന്ന് പറയുന്നത് ഈസ്റ്റിലും നിൽക്കുകയാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു പിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വൈ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇത് നോക്കിക്കേ, ഇവിടെ ഇപ്പൊ ഈ ഗ്രീൻ ലൈൻ വെച്ചിട്ട് നോക്കിയത് കണ്ടോ? വരച്ചത് കണ്ടോ? വിത്ത് റെസ്പെക്ട് ടു വൈയില് പിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് റീഡ് ചെയ്തില്ലെങ്കിൽ പറ്റുന്ന പ്രശ്നമാണ്. നമ്മൾ കിട്ടുന്ന ഏത് ആൻസറും ഓപ്ഷനിൽ ഉണ്ടാവും ചെയ്യും, നമ്മൾ വിചാരിക്കും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അതാണ് ഇവിടെ തന്നത്. പി ഈസ് ഇൻ സൗത്ത് വെസ്റ്റ് ഓഫ് വൈ. വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പറയുമ്പോൾ സൗത്ത് വെസ്റ്റിലും, വിത്ത് റെസ്പെക്ട് ടു പിയിൽ വരുമ്പോൾ എന്താണ്? സൗത്ത് ഈസ്റ്റിലാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ക്ലാസ് നെക്സ്റ്റിൽ, ബാക്കി MCQs നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.